ഈ പ്രൈവറ്റ് ബസ്സുകളിൽ മ്യൂസിക് നിരോധിച്ചു എന്നൊരു വിഷയം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റീരിയോ പ്രവർത്തിപ്പിച്ച് പാട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് നിയമവിരുദ്ധം തന്നെയാണ്. അതിന് ഒരു മാറ്റങ്ങളും അടുത്ത സമയത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ബോഡി കോഡ് അനുസരിച്ച് അതിൽ സ്പീക്കറും മൈക്കും ആംപ്ലിഫയറും കൂടെ ഉണ്ട്. പാട്ട് വേണം, പാട്ടുണ്ടെങ്കിൽ ഒരു വൈബുള്ളൂ. അപ്പോൾ പാട്ട് നിരോധിക്കാൻ പോവുകയാണ്. ആൾക്കാർ കയറൂല. പാട്ട് വേണമെന്ന് പറയുന്നത് പാട്ട് വേണം, ഉണ്ട്. വല്ലപ്പോഴൊക്കെ പാട്ട് വയ്ക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇടാറില്ല. സ്റ്റാൻഡിൽ ഇറങ്ങി പാട്ടാണ് ഇച്ചിരി കയറാം. നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റീരിയോ അനുവദനീയമല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വണ്ടിയിലെല്ലാം ബോഡി കോഡ് ഇത് അനുസരിച്ച് വെക്കാം. ഡ്രൈവറിന് അനൗൺസ്മെൻറ്റ് ചെയ്യാം, ഡ്രൈവർ ഇത് വെക്കാം. അങ്ങനെയാണെങ്കിൽ റോഡ് സൈഡിലൊക്കെ വലിയ ബോക്സും വെച്ചൊക്കെ പാട്ടിടുമ്പോൾ നമുക്ക് ശ്രദ്ധ മാറുന്നത്. യാത്രക്കാരൊക്കെ ഈ പാട്ട് ആസ്വദിക്കുന്നുണ്ടോ? ആസ്വദിക്കുന്നുണ്ട് അല്ലേ? ഈ നിയമമൊക്കെ വരണത് നമുക്ക് അറിഞ്ഞൂടാ. KSRTCയുടെ നിയമത്തിൽ അതിനെക്കുറിച്ച് എനിക്ക് എന്താണെന്ന് അറിയാൻ വയ്യ. പക്ഷേ എന്തായാലും നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റീരിയോ പ്രവർത്തിപ്പിക്കാൻ പാടില്ലെന്ന് തന്നെയാണ്. കാരണം വണ്ടിയിൽ കയറിയിട്ടൊക്കെ പാട്ടില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. കേരളത്തിൽ മാത്രം നിയമം എന്താ, ഇന്ത്യയിൽ അങ്ങനെ നിയമം ഇല്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. കാര്യം അറിയില്ല. നമസ്കാരം. ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായ സംഭവം ഈ പ്രൈവറ്റ് ബസ്സുകളിൽ മ്യൂസിക് നിരോധിച്ചു എന്നൊരു വിഷയം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വ്യക്തത എന്താണ്, അതിൻ്റെ യഥാർത്ഥ കാരണം, അതിൻ്റെ വ്യക്തത ഉളവാക്കാൻ വേണ്ടി ഞങ്ങൾ RTO ഓഫീസിൽ പോയിരുന്നു. അവിടുത്തെ JRTO കണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇത് ഇപ്പോഴല്ല, മുൻപേയുള്ള നിയമമാണ്. കോൺട്രാക്റ്റ് സർവീസുകൾ ഒഴികെ, അതായത് നമ്മൾ വാടകയ്ക്ക് എടുത്ത് പോകുന്ന ബസ്സുകളിൽ ഒഴികെ ബാക്കിയുള്ള പ്രൈവറ്റ് ബസ്സുകളിലൊന്നും ഈ പറയും പോലെ മ്യൂസിക് ഇടാൻ പാടില്ല എന്നാണ് നിയമം. ഇത് പുതിയ നിയമമല്ല, പഴയ നിയമം തന്നെയാണെന്നാണ് ഇപ്പോൾ JRTO ഞങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഗതാഗത നിയന്ത്രണങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. വിസ്മയനസ് ടീമിനോടൊപ്പം ഉള്ളത് JRTO ശരചന്ദ്രൻ സാറാണ്. അത് ചോദിക്കാം. സാർ, ഇപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ഇടയ്ക്കും പിന്നെ ആൾക്കാരുടെ ഇടയ്ക്കൊക്കെ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ പാട്ടിടാൻ പാടില്ല, അങ്ങനെ നിയമമൊക്കെ വന്നെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഒരു വ്യക്തത വന്നിട്ടില്ല ആർക്കും എന്താണ് സംഭവം എന്ന്. പ്രൈവറ്റ് ബസ്സുകളിൽ അങ്ങനെ സ്റ്റീരിയോ നിരോധിച്ചിരിക്കുക തന്നെയാണ്. കാരണം അമിത ശബ്ദത്തോടു കൂടി സ്റ്റീരിയോ പ്രവർത്തിപ്പിച്ച് പാട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് നിയമവിരുദ്ധം തന്നെയാണ്. അതിന് ഒരു മാറ്റങ്ങളും അടുത്ത സമയത്തൊന്നും ഉണ്ടായിട്ടില്ല. അതെന്താണ് അങ്ങനെ ഒരു ചർച്ച വന്നതെന്ന് എനിക്കറിയാൻ വയ്യ. അടുത്ത സമയങ്ങളിലൊന്നും അങ്ങനെ മിനിമമായ ഒരു ഡെസിബലിൽ പാട്ടിട്ടാൽ കുഴപ്പമുണ്ടോ? നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റീരിയോ അനുവദനീയമല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈവറ്റ് ബസ്സിൽ പാട്ടിടാൻ പാടില്ല എന്ന് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഒന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ നമ്മുടെ ഈ വോൾവോ ബസ്സുകളിലൊക്കെ, നമ്മുടെ KSRTCയുടെ വോൾവോ ബസ്സുകളിലൊക്കെ FM പ്രവർത്തിക്കുന്നുണ്ടല്ലോ. KSRTCയുടെ നിയമത്തിൽ അതിനെക്കുറിച്ച് എനിക്ക് എന്താണെന്ന് അറിയാൻ വയ്യ. പക്ഷേ എന്തായാലും നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റീരിയോ പ്രവർത്തിപ്പിക്കാൻ പാടില്ലെന്ന് തന്നെയാണ്. അതായത് റണ്ണിങ് ബസ്സിനകത്ത് പാട്ടിടാൻ പാടില്ല. അമിത സൗണ്ടോടുകൂടി പാട്ടിട്ട് പോകുന്നത് തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര അരോചകമാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്റ്റീരിയോ വേണ്ടെന്ന് തന്നെ ഓർഡറിൽ പറയുന്നത് കേട്ടോ. ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അമിത ശബ്ദത്തിലാണോ അതേ പാട്ടിടാനേ? സ്റ്റീരിയോ അങ്ങനെയൊന്നും ആ ഓർഡറിൽ പറയുന്നില്ല. സ്റ്റീരിയോ പ്രവർത്തിപ്പിക്കാൻ പാടില്ലെന്നാണ് ഓർഡറിൽ പറയുന്നത്. അപ്പോൾ പാട്ട് മ്യൂസിക് അവോയ്ഡ് ചെയ്യണം. കോൺട്രാക്ട് കാരേജിൽ മാത്രമേ നമ്മളങ്ങനെ ഉള്ളത് അനുവദിക്കുന്നു. അതായത് പ്രൈവറ്റ് ബസ് അല്ലാതെ നമ്മൾ ഈ വാടകയ്ക്ക് എടുത്ത് പോകുന്ന AC ബസ്സുകൾ, മറ്റേ കോൺട്രാക്ട് കാരേജ് അങ്ങനെയൊക്കെയുള്ള അതിൽ പാട്ടിടാൻ കുഴപ്പമില്ല. അതും ഇത്ര ഡെസിബലിനകത്ത് ഇടാൻ പാടില്ല, വലിയ ശബ്ദത്തിൽ ഇടാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഇതിനുള്ള അവസ്ഥ. ഇപ്പോഴാണ് ചർച്ചയാകുന്നത്. ആൾക്കാർക്ക് വ്യക്തതയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ എത്തിയത്. ബസ്സുകളിൽ പാട്ട്, ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകളിൽ പാട്ട് വയ്ക്കാൻ പാടില്ല എന്ന് പ്രാബല്യത്തിൽ വന്ന നിയമം. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ പാട്ട് വയ്ക്കാറുണ്ടോ? വല്ലപ്പോഴൊക്കെ പാട്ട് വയ്ക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇടാറില്ല. കൊച്ചുങ്ങൾക്ക് പാട്ടൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് പോകണമല്ലോ ഇഷ്ടം. പ്രൈവറ്റ് ബസ്സുകളിൽ പാട്ട് വയ്ക്കാൻ പാടില്ല എന്ന് അതിപ്പോൾ നമ്മൾ പറയില്ല. അതൊരു അതല്ല, നമ്മളെ ഈ സ്റ്റാൻഡിൽ ഇറങ്ങി പാട്ടാണ് ഇച്ചിരി കയറാം. അല്ല, റണ്ണിങ് സമയത്ത് പാട്ട് വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. RTO കണ്ടായിരുന്നു. ഈ നിയമമൊക്കെ വരണത് നമുക്ക് അറിഞ്ഞൂടാ. ഇതിനാർക്കൊരു വ്യക്തതയില്ല. ആർക്കും ഒരു വ്യക്തതയില്ല. എപ്പോഴും കണ്ടുപിടിക്കണം. ഞാനിന്ന് RTO കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പഴയ നിയമമാണ്, പ്രൈവറ്റ് ബസ്സുകളിൽ പാട്ട് വയ്ക്കാൻ പാടില്ല, അതിന് കർശനമാക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. ഇത് ജനങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ? അത് ആസ്വദിക്കാറുണ്ട്. കാരണം വണ്ടിയിൽ കയറിയിട്ടൊക്കെ പാട്ടില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. കാരണം ദീർഘദൂര യാത്രയിൽ ചെറിയ വോളിയത്തിൽ പാട്ട് കേൾക്കുന്നത് റിലാക്സ് ആണ് ചിലവർക്ക്. ഇല്ലാത്തൊരു ചിലവർ ഹെഡ്സെറ്റും വെച്ചിട്ടിരുന്ന് പാട്ട് കേൾക്കുന്നത് അതോരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. പാട്ട് കേൾക്കുന്നത് പിന്നെ പഴയ നിയമം തന്നെയാണ്. പക്ഷെ അതേ സമയം ട്രാൻസ്പോർട്ടിലും ഉണ്ട്. ട്രാൻസ്പോർട്ടിലും FM വയ്ക്കാറുണ്ട്. ഇപ്പൊ രണ്ടുപേർക്കും രണ്ട് നിയമമാണ്. അതിപ്പോ അങ്ങനെ തന്നെയാണല്ലോ നടക്കുന്നത്. വോൾവോ ബസ്സിലൊക്കെ FM വയ്ക്കാറുണ്ട്. ഉണ്ട്. എന്തുകൊണ്ട്?
പക്ഷെ വലിയ വോളിയത്തിലൊക്കെ വയ്ക്കുന്ന ചിലർക്ക് അത് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം വണ്ടി ഓടിക്കുമ്പോഴും നമുക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പാട്ട് വെക്കാൻ പാടില്ല എന്ന് ഡ്രൈവർ ശ്രദ്ധ മാറുന്ന ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ റോഡ് സൈഡിലൊക്കെ വലിയ ബോക്സും വെച്ചൊക്കെ പാട്ടിടുമ്പോൾ നമുക്ക് ശ്രദ്ധ മാറണ്ടേ. അത് നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ടോ? ഇഷ്ടമാണോ? ഇപ്പം അത് പാട്ട് വയ്ക്കാൻ പാടില്ല എന്നുള്ള നിയമം കർശനമാക്കാൻ പോവുകയാണ്. നിങ്ങളതിനെ അനുകൂലിക്കുന്നില്ല, എതിർക്കുന്നുണ്ടോ? എതിർക്കുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സിൽ പാട്ട് വയ്ക്കുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ടോ? എൻജോയ് ചെയ്യാറുണ്ടോ? പക്ഷെ ഇപ്പം പാട്ട് വയ്ക്കാൻ പാടില്ല എന്നുള്ള നിയമം വന്നേക്കുകയാണ്. അത് കർശനമാക്കാൻ പോവുകയാണ്. അപ്പം അതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ, എതിർക്കുന്നുണ്ടോ? എതിർക്കുന്നുണ്ട്. പാട്ട് വേണമെന്നാണ് പറയുന്നത്. എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് പാട്ടല്ലേ? ഈ പ്രൈവറ്റ് ബസ്സിൽ പാട്ട് വയ്ക്കണത് നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ഡ്രൈവറുടെ ശ്രദ്ധ മാറും അങ്ങനെ വല്ല വിചാരിക്കുന്നുണ്ടോ? ഇപ്പം നിയമം കർശനമാക്കാൻ പോവുകയാണ്. ഇനി പാട്ട് ഉപയോഗിക്കാൻ പാടില്ല പ്രൈവറ്റ് ബസ്സിൽ. അത് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ, എതിർക്കുന്നുണ്ടോ? എതിർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ പാട്ട് വയ്ക്കുന്നതൊക്കെ? ഈ പാട്ട് വയ്ക്കുന്നതുകൊണ്ട് ഡ്രൈവറുടെ ശ്രദ്ധ വല്ല മാറിപ്പോകും? യാത്രക്കാരുടെ ചോദിച്ചപ്പോൾ അവരെല്ലാം ഈ പാട്ട് ആസ്വദിക്കണമെന്നാണ് പറയുന്നത്. അത് തന്നെ. പക്ഷെ ഇപ്പം ഇനി മേലാൽ വയ്ക്കാൻ പാടില്ലെന്നാണ് സർക്കാരിൻ്റെ പുതിയ നിയമം. തോന്നിയിട്ടില്ല. നിങ്ങൾ ആ ഒരു കാഴ്ചപ്പാടിൽ ഈ പറയുന്ന യാത്രക്കാരൊക്കെ ഈ പാട്ട് ആസ്വദിക്കുന്നുണ്ടോ? ആസ്വദിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇത് ആസ്വദിക്കുന്നുണ്ടോ? ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ പാട്ട് വേണ്ടെന്നാണ് പറയുന്നത്. പാട്ട് വേണം. പാട്ട് വേണം. അപ്പം പാട്ട് നിരോധിക്കാൻ പോവുകയാണ്. ആൾക്കാർ കയറൂല. പാട്ടുണ്ടെങ്കിൽ കയറുള്ളൂ. പ്രൈവറ്റ് ബസ്സിൽ നിരോധിക്കാനായിട്ട് പറ്റൂല. കാര്യം ഇപ്പോഴത്തെ ബോഡി കോഡ് അനുസരിച്ച് അതിൽ സ്പീക്കറും മൈക്കും ആംപ്ലിഫയറും കൂടെ ഉണ്ട്. അതുകൊണ്ട് അത് ബോഡി കോഡാണ് കേന്ദ്രത്തിൻ്റെ. അതുകൊണ്ട് പാട്ട് ഉണ്ട്, പാട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പം നമ്മുടെ കേരളത്തിലെ നിയമം അനുസരിച്ച് കേരളത്തിൽ മാത്രമൊരു നിയമമില്ലല്ലോ. ബോഡി കോഡ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം കൊണ്ടുവന്നതാണ്. അതായത് നമ്മുടെ ഈ പ്രൈവറ്റ് ബസ്സുകളിൽ മാത്രം, കോൺട്രാക്ട് ബസ്സുകളിൽ ഉപയോഗിക്കാം. പ്രൈവറ്റ് ബസ്സിൽ വെക്കാം. ഇപ്പോഴത്തെ ബോഡി കോഡ് ആർടിഒ കണ്ടാലും ബോഡി കോഡ് അനുസരിച്ച് വെക്കാം. ഇപ്പോഴത്തെ പുതിയ വണ്ടികളിലെല്ലാം ബോഡി കോഡ് അനുസരിച്ച് മൈക്കും സ്പീക്കറും വെക്കാം. ഇപ്പോഴത്തെ ബോഡി കോഡ് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ആർടിഒ അന്വേഷിച്ചപ്പോഴത്തേക്ക് അല്ല, ബോഡി കോഡ് ഉപയോഗിക്കാൻ പാടില്ല. ബോഡി കോഡ് അനുസരിച്ച് ഇപ്പോഴത്തെ ഇതിൽ പുതിയ വണ്ടിയൊക്കെ എല്ലാം ഉപയോഗിക്കാം. ഇപ്പോഴത്തെ എല്ലാ പുതിയ വണ്ടിയിലും കാണും. അതാണ് കാര്യം. പുതിയ വണ്ടിയിലെല്ലാം ബോഡി കോഡ് ഇത് അനുസരിച്ച് വെക്കാം. ഡ്രൈവറിന് അനൗൺസ്മെന്റ് ചെയ്യാം, ഇത് വെക്കാം. അങ്ങനെ ഉണ്ട് ഇപ്പോഴും പുതിയ ബോഡി കോഡ് അനുസരിച്ച്. ഏതായാലും ഞാൻ പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ അടുത്തും യാത്രക്കാരുടെ അടുത്തൊക്കെ അന്വേഷിച്ചു. പ്രത്യേകിച്ച് യൂത്ത്, നമ്മുടെ കുട്ടികളുടെ അടുത്തൊക്കെ അന്വേഷിച്ചു. ഇവരെല്ലാവരും ഈ പാട്ട് ആസ്വദിക്കുന്നുണ്ട്. ബസ്സിനകത്തിരുന്ന് ഈ പാട്ട് ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡ്രൈവറുടെ ശ്രദ്ധയൊന്നും തിരിഞ്ഞു പോകുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഒരു അഭിപ്രായമുള്ളത്, കേരളത്തിൽ മാത്രം നിയമം എന്താ, ഇന്ത്യയിൽ അങ്ങനെ നിയമമില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. കാര്യം അറിയില്ല. ഏതായാലും ഞങ്ങൾ ആർടിഒയോട് സംസാരിച്ചു. ആർടിഒ പറയുന്നത് അത് കർശനമാക്കാൻ പോവുകയാണ്. പ്രൈവറ്റ് ബസ്സുകളിൽ പാട്ട് വയ്ക്കാൻ പാടില്ല എന്നുള്ളത് പഴയ നിയമം, പുതിയ നിയമമല്ല, അത് പഴയ നിയമം തന്നെയാണെന്നാണ് പറഞ്ഞത്. ഏതായാലും തീരുമാനിക്കേണ്ടത് അധികാരികളും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെയാണ്. ന്യൂസ് വേണ്ടി ക്യാമറമാൻ അനീഷിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.